100% ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് അയണിങ് ആണ്. അയണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അയണിങ് കംഫർട്ട് ആണെന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം. നല്ല കംഫർട്ട് ആയിട്ടുള്ള അയണിങ്ങിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെറാമിക് പ്ലേറ്റ് ആയിട്ടുള്ള അയണർ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സെറാമിക് ആകുമ്പോഴേക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അതുപോലെ തന്നെ ഹെയറിന് ഇപ്പൊ നിങ്ങൾ പ്ലാറ്റിനം ആണോ ടൈറ്റാനിയം കൊണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈറ്റാനിയത്തിന് ഈ സെറാമിക് പ്ലേറ്റിന് എന്താ പറയാ, അതിൽ നിന്നും 10 പാസസ് ഇത് 10 പാസസ് ചെയ്യുന്നത് ഇതിലൊരു 5 പാസസ് കൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മീൻസ് അതിന്റെ സ്ട്രഗിൾസ് അത്രയും കുറക്കാൻ പറ്റും. അതാണ് ഈ സെറാമിക് പ്ലേറ്റിന്റെ ഗുണം എന്ന് പറയുന്നത്. സോ നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നമ്മൾ കെരാഫിഷ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെർജിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ 230 ടെമ്പറേച്ചർ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. 230 ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കെമിക്കൽ ചെയ്ത ഹെയറിലാണെന്നുണ്ടെങ്കിൽ ചില കെമിക്കൽസ് നന്നായിട്ട് ഡ്രൈനെസ് ഉള്ള കെമിക്കൽ ചെയ്ത് ഡ്രൈ ആയ ഹെയറിലാണെന്നുണ്ടെങ്കിൽ 200 ആണ് യൂസ് ചെയ്യേണ്ടത്. 200. സോ ചില അയണേഴ്സിൽ 200 ഉണ്ടാവില്ല. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 190 ആയാലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ 210 ആയാലും കുഴപ്പമില്ല. സോ ഡിപ്പെൻഡ് ഹെയറിന്റെ ഷൈനിങ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഒത്തിരി ബ്രേക്കേജ് ഉള്ള മുടിയിൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകരുത്. കാരണം അത്രയും ഹൈ ടെമ്പറേച്ചറിൽ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും അത് വീണ്ടും പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. സോ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഈ ഒരു അയണിങ് ചെയ്യുന്ന സമയത്ത് കെരാറ്റിൻ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്തു, അതിനു ശേഷം പ്രോസസ്സിംഗ് ടൈം ചെയ്തു, ബ്ലോ ഡ്രൈന് ശേഷം നമ്മൾ അയണിങ് ചെയ്യാൻ പോവുകയാണ്. അയണിങ് ചെയ്യുമ്പോൾ നിങ്ങൾ പാസസ് ശ്രദ്ധിക്കേണ്ടത്, അയണിങ് പാസസ് ശ്രദ്ധിക്കേണ്ടത് 50 ടൈംസ് പെർ സെക്ഷനിൽ ചെയ്യണം. 1 ഇഞ്ച് സെക്ഷനിലാണ് നിങ്ങൾ അയണിങ് ചെയ്യേണ്ടത്. സോ നല്ല റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ചിൽ ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത്, കെമിക്കലി നന്നായിട്ട് ട്രീറ്റ് ചെയ്ത മുടി, ഡാമേജ് ഉള്ള മുടിയിലാണ് മാക്സിമം 1 ഇഞ്ച് വരേക്കും ചെയ്യാം. തിന്നായിട്ട് എടുക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. കെമിക്കൽ ചെയ്ത ഹെയറിൽ നിങ്ങൾ ചെയ്യേണ്ടത് 180 മുതൽ 200 വരെയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത്. 180 മുതൽ 200 വരെ. ചില അയണേഴ്സിന് 200 ഉണ്ടാവില്ല, 210 ആയിരിക്കാം. നോ പ്രോബ്ലം. 210 വേണമെങ്കിലും നിങ്ങൾക്ക് കെമിക്കൽ ചെയ്ത ഹെയറിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്ത ഹെയർ എന്ന് പറയുന്നത് ഫൈൻ ഹെയർ ആണ്. വെരി സെൻസിറ്റൈസ്ഡ് ഹെയർ. സെൻസിറ്റൈസ്ഡ് ഹെയറിൽ നിങ്ങൾ മാക്സിമം 170 വരെ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 140 അല്ലാന്നുണ്ടെങ്കിൽ 150 to 170 വരെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിലും ഹൈലി ആയിട്ട് കൂട്ടി ചെയ്യാൻ പാടില്ല. കാരണം സെൻസിറ്റൈസ്ഡ് ആണ്, വെരി തിക്കാണ്. മുടി അയണിച്ച് അത്ര ഹീറ്റ് കൊടുക്കുമ്പോഴേക്കും പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് 170 മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് അയണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ ട്രീറ്റ്മെന്റ് 24 hours ട്രീറ്റ്മെന്റ് ആണ്. അയണിങ്ങോട് കൂടിയിട്ട് നമ്മളെ സെയിം ഡേ ട്രീറ്റ്മെന്റ് കഴിയുവാണ്. അതിനുശേഷം നിങ്ങൾ ക്ലയന്റിന്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇത് നമ്മുടെ 24 hours ട്രീറ്റ്മെന്റ് ആണ്. 24 hours ട്രീറ്റ്മെന്റ് ഇതിൽ പ്രൊഡക്ട്സ് തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 24 hours ട്രീറ്റ്മെന്റ്, 24 hours അസായ് ഓയിൽ 24 hours എഴുതി വെച്ചിട്ടുണ്ട്. ഈ ട്രീറ്റ്മെന്റ് 24 hours ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാം. നെക്സ്റ്റ് ഡേ നിങ്ങൾ ചെയ്ത സമയത്ത്, ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു 10 മണിക്കാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ 10 മണിക്ക് ശേഷം അവരെ വിളിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫ്ലാറ്റ് അയൺ ആണ് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫ്ലാറ്റ് അയൺ കൊടുക്കുക. ഫ്ലാറ്റ് അയണിങ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇന്നലെ ചെയ്തത് 1/2 ഇഞ്ച് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ ഒരു 1 ഇഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് വരെ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് അയണിങ് കൊടുക്കാം. അയണിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 15 മിനിറ്റ്സ് ആ ഹീറ്റ് പോകുന്നത്, അയണിങ് ഈ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ, ഹെയർ നോർമൽ ടെമ്പറേച്ചറിന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ്സ് ലീവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വാട്ടർ വാഷ് ചെയ്യണം. വാട്ടർ വാഷ് ചെയ്യേണ്ട നിങ്ങൾ ബാക്ക് വാഷിൽ വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യേണ്ട സമയത്ത് വാം വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ വാം വാട്ടർ ആണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ട്സ് ആ ഹെയറിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇന്നലെ ചെയ്ത ആ പ്രൊഡക്ട്സ് പോയിട്ടില്ല. സോ പ്രൊഡക്ട്സ് എപ്പോഴും റിൻസ് ഔട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളത് വാം വാട്ടർ ആണ്.
സോ വാം വാട്ടറിന് പ്രൊഡക്ട്സ് പെട്ടെന്ന് റിൻസ് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ 15 മിനിറ്റ് നിങ്ങൾ വാഷ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. സോ വാഷ് ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വാഷിംഗ് കംപ്ലീറ്റ് ആവും. സോ എയറിനകത്ത് നന്നായിട്ട് പ്രൊഡക്ട്സ് റിൻസ് ഔട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ റിൻസ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഷാമ്പു എന്ന് പറയുന്നത് നമ്മുടെ റിവൈവർ റിപ്പയർ ഷാമ്പു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ റിവൈവർ റിപ്പയർ ഷാമ്പു സൾഫേറ്റ് ഫ്രീ ഷാമ്പു ആണ്. ഷാമ്പു ചെയ്തതിന് ശേഷം നന്നായിട്ട് മീൻസ് നിങ്ങൾ ആ പ്രൊഡക്ട്സ് പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഷാമ്പു ചെയ്തതിന് ശേഷം ആ ഡ്രൈനെസ് അവിടെ ഫീൽ ചെയ്യും. കാരണം പ്രൊഡക്ട്സ് മൊത്തം റിൻസ് ഓഫ് ആയിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം പ്രൊഡക്ട്സ് അവിടെ ഉണ്ടെങ്കിൽ ഷാമ്പു ചെയ്തതിന് ശേഷം അവിടെ ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും എയറിന്റെ pH ബാലൻസ് ശ്രദ്ധിക്കുക. വാഷ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് മൊത്തം റിൻസ് ഓഫ് ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഷാമ്പു അപ്ലൈ ചെയ്യുക. ഷാമ്പു അപ്ലൈ ചെയ്ത് ഷാമ്പു മസാജ് ചെയ്യുക. സ്കാൽപ്പ് ആൻഡ് ഹെയർ ഫുള്ളായിട്ട് മസാജ് ചെയ്തതിന് ശേഷം റിൻസ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ട്രീറ്റ്മെൻ്റ് ആണ്. റിവൈവർ റിപ്പയർ ട്രീറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. റിവൈവർ റിപ്പയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മാസ്ക് ആണ്. റിവൈവർ റിപ്പയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മാസ്ക് ആണ് ആക്ച്വലി ഡി ഫാബ്രിക്സിന്റെ. ഇത് നിങ്ങളുടെ സ്കാൽപ്പിലായാലും ഹെയറിലായാലും മോയ്സ്ചർ കണ്ടൻസ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഹെയറിലും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തൊരു 5 to 10 മിനിറ്റ്സ് വരെ അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ അതും റിൻസ് ഔട്ട് ചെയ്യുക. റിൻസ് ഔട്ട് ചെയ്ത് ടവൽ ഡ്രൈ ചെയ്യുക. ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ 100% ബ്ലോ ഡ്രൈ ചെയ്യുക. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ സ്റ്റൈൽ ഡിസൈഡ് ചെയ്യേണ്ടത്, ക്ലയൻറ്റിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണോ ഡിസൈഡ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾക്ക് സെറ്റിംഗ് ചെയ്യാം. സെറ്റിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അസായി ഓയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആമസോൺ സീരീസിന്റെ തന്നെ അസായി ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. അസായി ഓയിൽ എന്ന് പറയുന്നത് സിറമാണ്. സിറമായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഓയിലായിട്ടും യൂസ് ചെയ്യാം. ഈ അസായി ബെറി എന്ന് പറയുന്നത് അസായി ഓയിൽ എന്ന് പറയുന്നത് അസായി ബെറി എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് നല്ല മുടിക്ക് നല്ല സോഫ്റ്റും ഗ്ലോയും ഷൈനും ലോട്ട്സ് ഓഫ് സ്മൂത്തും എല്ലാം കിട്ടുന്ന നമ്പർ 1 സിറംസിൻ്റെ നമ്പർ 1 സിറമായിട്ട് അസായി ഓയിൽ ഇപ്പോഴും അറിയപ്പെടുന്നു. അസായി ഓയിൽ അത്രയും മീൻസ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഓയിലാണ്, നല്ല ഒരു ഓയിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കെരാറ്റിൻ ചെയ്ത ഹെയറിൽ മാത്രമല്ല അസായി ഓയിൽ, ഏത് ഹെയറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ബാത്തിന് ശേഷം നിങ്ങൾക്ക് മുടിയിൽ